ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടോഹിനോ തോമസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വഴക്ക് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ സനലേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ഒരു വലിയൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള കോ പ്രൊഡ്യൂസർ പാരറ്റ്മൗണ്ട് പിക്ചേഴ്സിൻ്റെ കോ പാർട്ട്ണറായിട്ടുള്ള ഗിരീഷ് ചന്ദ്രൻ, ഇദ്ദേഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിത് ഇങ്ങനൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതല്ല. കാര്യം പല പുള്ളി പറഞ്ഞതൊക്കെ അടിസ്ഥാനരഹിതമായതുകൊണ്ട് അത് വിട്ടുകളഞ്ഞാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ഞാനെന്തോ ഭയങ്കര വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ വേറെ ഒന്നുമല്ല, ആൾക്കാർക്ക് തീരുമാനിക്കാം ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊക്കെ. പക്ഷെ അത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അവർ നമ്മുടെ ഭാഗം കൂടെ കേൾക്കണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സൗണ്ട് ഉറക്കെ പറയണം. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവർ എല്ലാവരും അത് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗം കൂടെ കേട്ടിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എന്ന് മാത്രം എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സിനിമ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് 2020 ഞങ്ങൾ 12 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും നമ്മൾ ഏകദേശം അതിനേക്കാൾ അധികമൊന്നും എടുത്തിട്ടില്ല, ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്യുകയും അതിനകത്ത് കുറേ ലെങ്തി ഷോട്ട്സ് ഉണ്ടായിരുന്നു, 15 മിനിറ്റും 20 മിനിറ്റും ഒക്കെ ഉള്ള. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള, എന്നാൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു ചലഞ്ചായിരുന്നു. എനിക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു വഴക്ക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞാനും സനലേട്ടനും തമ്മിൽ വളരെ നല്ല ബോണ്ടായിരുന്നു. അതിന് മുമ്പ് പലരും എൻ്റെ അടുത്ത് വോൺ ചെയ്തു, പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ, ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള മനുഷ്യനായിട്ട് തോന്നിയില്ല. ഞങ്ങൾ ലോകകാര്യങ്ങളും സിനിമയെ പറ്റും ഒക്കെ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. ഇപ്പോഴും കേൾക്കണില്ലേ? കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തിലാണ് ഷൂട്ടിന്റെ സമയത്തും ഭയങ്കര രസമായിരുന്നു. ഷൂട്ടിന്റെ സമയത്ത് അപ്പോൾ പുള്ളിക്ക് ക്രിയേറ്റീവായിട്ടുള്ള പല ഇങ്ങനത്തെ ചിന്തകളുണ്ട്. അതിനൊക്കെ ഞാൻ 100% കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റും അദ്ദേഹത്തോടുള്ള ആ ഫിലിം മേക്കറിനുള്ള റെസ്പെക്റ്റും കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷന്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത്. അതിനൊരു 27 ലക്ഷം രൂപയോളം ഞാൻ മുടക്കുകയും 1 രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പുള്ളി ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ അതൊരു ഫിലിം ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വോയിസ് ക്ലിയർ അല്ലാന്ന് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്ട് ചെയ്തു, ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ, എൻ്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസും കൂടെ വന്നിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസിൽ നമുക്ക് കിട്ടുകയും ചെയ്തു, അപ്പൊ ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല. അത് നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എൻ്റെ ഏത് സിനിമയും, ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല. അങ്ങനെ പുള്ളി ഇതിന് ശേഷം നമുക്ക് IFFK സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFK ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ IFFK അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയന്റെ 2ാം മോഷണം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട്, തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംവദിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല. കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരുടെ അടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFK വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ
ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFK കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കണക്കിലെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവർ ആയി പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല. നമ്മൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ അടുത്ത്, ചേട്ടാ OTT-ലൊക്കെ നമ്മൾ ഡയറക്റ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും. അതല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പോയൊരു സിനിമയായിട്ട് ഇത് മാറും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ കാര്യം, ആ IFFK കണ്ട ആൾക്കാരൊന്നും അത്രയും ആൾക്കാരൊന്നും എല്ലാ ദിവസവും ഇത്രയും തിയേറ്ററിൽ എല്ലാ ഷോയ്ക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പണ്ടത്തിലാണ്. എങ്കിലും ആ മെസ്സേജിൽ ഇപ്പോഴും ഞാനിപ്പോൾ ഇന്നും കൂടെ രാവിലെ എടുത്ത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലെന്ന് ഞാൻ കേട്ടു നോക്കി. എങ്കിലും ചേട്ടന് അതിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പുള്ളി ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളെ പറ്റിയോ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിയിട്ടോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആ OTT-യിൽ നമുക്ക് ഇതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ എല്ലാ OTT-കളുമായിട്ടും എന്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. എന്റെ മാനേജർ ഗൂഗിളുണ്ട്, ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് OTT എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ്, ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം. നമ്മളൊരു സിനിമ സെല് ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും OTT-യുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ്. അന്ന് സല്ലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു IP റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എന്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പൈസ മുടങ്ങി കിടക്കുന്നത് ഞങ്ങളുടെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിന് ഹനിക്കണ്ട. കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതുപോലെ പുള്ളി പറഞ്ഞു മറ്റേ എന്റെ കരിയർ അറ്റ് സ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ചേട്ടാ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ അന്നൊരു പരാജയ ചിത്രമാണ്, ഡോനോന്റെ ഒരു ഫ്ലോപ്പ് എന്നും പറഞ്ഞിട്ട് ആൾക്കാർ 2 ദിവസം പറയുമായിരിക്കും. പക്ഷെ ഒരു 2-3 സിനിമ കൊണ്ട് എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് കിട്ടില്ല. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതാണ്. അതിന്റെ കയ്യിൽ കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. അതിനുശേഷം ഈ OTT-യുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതായപ്പോൾ ഞാൻ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് OTT-യിൽ റിലീസ് ചെയ്താലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം, പക്ഷെ നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാരെ വെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ചേട്ടൻ വാശി വിട്ടാൽ നമുക്കിത് സെല് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല, നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ഈ പറഞ്ഞ OTT-സിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട. അപ്പൊ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കറിയില്ല, ഗൂഗിളിന് അങ്ങനെ കാര്യം തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിളിന് സനൽകുമാർ ശശിധരൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ്, അല്ലാതെ വേറൊരു പരിചയമുള്ളതല്ല. അപ്പൊ ഗൂഗിൾ വഴി ചെയ്യണ്ട, ഇങ്ങനെയാണ് പറഞ്ഞത്. അതും കണ്ടു, ഗൂഗിളിനോട് പറയണ്ട, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് 2023 ജൂലൈ 23-നാണ്. അപ്പൊ അതിന് ഞാൻ ഓക്കെ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊറോണയുടെയൊക്കെ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ മാമി ഫിലിം ഫെസ്റ്റിവലിന് അപ്ലൈ ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കും അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള സമയമായത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ അല്ല, ഒരു വെർച്വൽ ഫെസ്റ്റിവൽ. അന്ന് ഫെസ്റ്റിവൽ നടന്നില്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട്, പക്ഷെ അതൊരു വെർച്വൽ ഫെസ്റ്റിവലാണ്. നമ്മൾ ഡയറക്ട്ലി പോവല്ല, മൂവീസ് നമ്മൾ വിമിയോ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരത് സ്ക്രീൻ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നതായിരുന്നു പ്രോസസ്സ്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് പ്രോസസ്സ്, നമുക്ക് അപ്ലൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട,
അങ്ങനെ നമ്മളുടെ അത് അയച്ചു കൊടുത്താൽ അവരത് ലീക്ക് ചെയ്യും, അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. അപ്പൊ എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളി പറയണത്. അപ്പൊ അതിന്റെ ഒരു മെയിലാണ് ഞാൻ പുള്ളിക്ക് അയച്ചു. അതിനുശേഷം ഈ പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായതാണ് മുംബൈ ഫെസ്റ്റിവലിൽ 2022. 2023 ഞാൻ വീണ്ടും അയച്ചു. ഇങ്ങനൊരു മെയിലുണ്ട്, എനിക്ക് വന്നതാണ്, എന്നെ CC ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മെയിലാണ് അത്. എനിക്ക് മുംബൈ ഫെസ്റ്റിവലിൽ നിന്ന് ഡിയർ സനൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യുന്ന ഒരു മെയിലായിരുന്നു. അതിൽ എന്നെ CC വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു. ചേട്ടാ ഇതാണ് അയച്ചത്. ചേട്ടാ ഇങ്ങനെ ഒരു സാധനം അയച്ചിട്ടുണ്ട്, അപ്പൊ എന്റെ കൂടെ അതിനകത്ത് അവര് ടാഗ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ചേട്ടനത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് എന്റെ അടുത്ത് വിളിച്ചവര് ചോദിച്ചാണ്. ഓക്കെ, അപ്പോ അതിന് ദിവസങ്ങൾക്ക് ശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഡോവി ഐ വാസ് നോട്ട് ഇൻ വാട്സ്ആപ്പ് ഫോർ സം ടൈം, സോറി ജസ്റ്റ് ഹേർഡ് ദിസ്, വി അപ്ലൈഡ്. അപ്പൊ എനിക്ക് സന്തോഷം. ഇതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺവെർസേഷൻ. പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗോകുലിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഞാനിത് കഴിഞ്ഞിട്ട് അക്കാഡമിക് സർക്കിളിലുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ കരിയർ ഏതെങ്കിലും ഒരു സിനിമ അക്കാഡമിക് സർക്കിളിലുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്നൊരു കരിയറാണെന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യജാലകങ്ങൾ പോലൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും അത് തിയേറ്ററുകൾ റിലീസ് ചെയ്തതാണ്. അന്നൊരു ദിവസം ഫുൾ ഞാൻ പ്രൊമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ എല്ലാ മീഡിയാസും കണ്ടതാണ്. ഡോക്ടർ ബിജു സാറും അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാധികയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സിനിമ നമ്മൾ OTTയിലും അവർ വാങ്ങി. കാരണം പോളിസീസ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിജു സാറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതായിരുന്നു. അപ്പൊ ഞാൻ കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം ചെയ്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. ഇനിയാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ ഇങ്ങനെ അക്കാഡമിക് സർക്കിളിന് വേണ്ടിയിട്ടുള്ള സിനിമകളും ഞാൻ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് അതിനെ സെല്ല് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാനും ഈ ഗിരീഷ് ഏട്ടനുമാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ. ഞാനൊരു 27 ലക്ഷം മുടക്കിയിട്ടുണ്ട്, പുള്ളി ഒരു 27 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. സനലേട്ടന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. പുള്ളി പലതവണയായിട്ട് ശമ്പളം ആയിട്ട് മേടിച്ചിട്ടുണ്ട്. IFFKയിൽ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല, അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലൊന്നും എനിക്കൊരു പരാതിയില്ല, കാര്യം പുള്ളിക്കും ജീവിച്ചു പോകാൻ പൈസ വേണം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. പുള്ളി എന്നോട് ചെയ്ത പോലെ പുള്ളിയുടെ ക്യാരക്ടർ അസാസിനേഷൻ എന്റെ കാര്യമേ അല്ല. എനിക്ക് ഇപ്പോഴും പുള്ളിയോട് ആസ് എ ഫിലിം മേക്കർ റെസ്പെക്ട് ഉണ്ട്, പുള്ളി ചെയ്ത സിനിമയോട് ഇഷ്ടമുണ്ട്. പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന സനലേട്ടനോട് എനിക്ക് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട്. ഇപ്പോഴത്തെ സനലേട്ടനെ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, വഴക്ക് എന്ന് പറയുന്ന സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും OTTയിൽ മേടിക്കാനും ആളുകൾ തയ്യാറാവുകയാണെങ്കിൽ 100% ഞാൻ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയും ആ സിനിമയെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്യും. എനിക്കതിൽ ഇപ്പോഴും യാതൊരു എതിർപ്പില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ആദ്യമായിട്ടല്ല പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത്. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കത് സമയമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയം, എന്നെ അത്ര ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഒരു ക്ലാരിറ്റി ഈ കാര്യങ്ങൾക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. സമയവും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇതിനു മുമ്പിട്ടുള്ള പോസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാനല്ല. ഒരാളുടെ മാനസിക നിലയോ ഒരാളുടെ ചിന്താഗതിയോ സ്വഭാവ സവിശേഷതയോ ഇതൊന്നും വിലയിരുത്താനായിട്ട് ഞാൻ ആരുമല്ല. ഇതാണ് എന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള സത്യാവസ്ഥ. ഇനി ഗിരീഷ് ഏട്ടനാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷെ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഈ മാത്രമല്ല സനലേട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പുള്ളി തിരുവനന്തപുരത്ത് വീട്ടിലില്ല, പുള്ളി ഇന്ത്യയിലേ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹവും പല ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 2023 ഓഗസ്റ്റ് 23 അവസാനമായിട്ട് ഞങ്ങൾ തമ്മിലൊരു വാട്സപ്പ് കോൺവെർസേഷൻ തന്നെ ഉണ്ടാവുന്നത്. അതിനുശേഷം പുള്ളി അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരു മെസ്സേജിന് റിപ്ലൈ ഇല്ല, ഒന്നുമില്ല.
ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനു മുമ്പ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, കുറെ ആൾക്കാർക്കെതിരെ, ഇദ്ദേഹത്തിന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തവർക്കെതിരെയും അഭിനയിച്ചവർക്കെതിരെയും ഒക്കെ. അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടും ഉള്ളതാണ്. ഇതെല്ലാം വിലയിരുത്തി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. ഇനി ബാക്കി ഗിരീഷ് ഏട്ടൻ പറയാം. ഹലോ എവരിവൺ, എൻ്റെ പേര് ഗിരീഷ് നായർ. ഒക്കെ പറഞ്ഞേട്ടാ. ബേസിക്കലി ഈ സിനിമ ഉണ്ടാവുന്നത് തന്നെ സനലിൻ്റെ ഒരു കരിയറിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന സിനിമ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർ പുള്ളിയുമായിട്ട് തെറ്റിപ്പോവുകയും പുള്ളിക്ക് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വേറൊരു പ്രൊഡ്യൂസറും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ പുള്ളിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ചേർന്ന് പുള്ളിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ വന്നത്. അപ്പോൾ ഈ സിനിമ തുടക്കത്തിൽ നമ്മളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടൊവിനോയുടെ ഫാദറായിരുന്നു ഇതിന് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഫൈനാൻഷ്യൽ. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ മീറ്റിംഗ് പറഞ്ഞ തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു കഴിവുള്ള ഒരു സംവിധായകനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ ഒരു പുള്ളി പറഞ്ഞ ഒരു സെന്റൻസ്. അപ്പം ഞാനായാലും ഇതിനകത്ത് ഇൻവോൾവ് വന്നത് കാരണം ഞാൻ ഇതിനു മുമ്പ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ രംഗത്തോട്ട് വന്നത് തന്നെ പുള്ളിയെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കോവിഡ് ടൈമിൽ അത് ചെയ്യാൻ പറ്റി. ആ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു, കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. ഇത് സിനിമ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച അത്ര ഫെസ്റ്റിവലുകളിലൊന്നും പോയില്ല. ഒത്തിരി ഫെസ്റ്റിവലുകളിൽ സബ്മിറ്റ് ചെയ്തു, പക്ഷേ ഫെസ്റ്റിവലുകളിലൊന്നും തന്നെ അക്സെപ്റ്റൻസ് കിട്ടിയില്ല. പക്ഷെ ആ സമയത്ത് പോലും ആരും തന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തുകയോ ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല. കാരണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ടൊവിനോയുടെ ഫാദർ പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമയാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, അത് നമുക്ക് അതിൻ്റെ ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. പുള്ളി എന്നെ തന്നെ കുറെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഗിരീഷ് ഇത് ഇൻവെസ്റ്റ് സൂക്ഷിക്കണം, ഇത്തരം സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവത്തില്ല, അതൊരു നഷ്ടമായിരിക്കും, നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ, നമുക്ക് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങാം. ആ രീതിയിൽ പുള്ളിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു സംരംഭം ചെയ്യും. അതിൻ്റെ അവസാനം നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്തരം പോസ്റ്റുകൾ വരികയും ചെയ്യുന്നത് തികച്ചും വളരെ സങ്കടകരമാണ് സത്യം പറഞ്ഞാൽ. കാരണം പുള്ളിയെ വളരെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്, സങ്കടകരമാണ്. എനിക്ക് ടൊവിനോ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു വർഷമായിട്ട് എനിക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. യാതൊരു വിധത്തിലും പുള്ളിയുടെ ഫോണുകളില്ല, പുള്ളി മെയിൽ അയച്ചുള്ള യാതൊരു റെസ്പോൺസിബിളില്ല. ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ പുള്ളി കുറച്ച് പോസ്റ്റ് ഇടുകയും അതിനെ പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി സെറ്റ് ചെയ്തത്. അപ്പം എനിക്ക് സനലിൻ്റെ അടുത്ത് പറയാനുള്ളത്, ദയവ് ഇത് ആലോചിക്കുക, ഈ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കൊണ്ട് നമ്മളെ സ്നേഹിച്ച ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? അത് പിൻവലിക്കുക, അതിനെ അൺകണ്ടീഷണലായിട്ട് അപ്പോളജൈസ് ചെയ്യുക, സോ ദാറ്റ് യു ക്യാൻ മൂവ് ഹെഡ്. ആക്ച്വലി യു ക്യാൻ മൂവ് ഹെഡ് വിത്ത് യുവർ ലൈഫ് ആൻഡ് ഡു വാട്ട് യു ആർ ഗുഡ് അറ്റ്, ലൈക്ക് മേക്കിംഗ് മൂവീസ് ഓർ സംതിങ്. ഇനി കുറച്ചൊരു ഔദ്യോഗികമായിട്ടൊരു എനിക്കൊരു കാര്യം പബ്ലിക്കിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പുള്ളി എഴുതുന്നതോ പുള്ളി ചെയ്യുന്നതോ ആയ കാര്യങ്ങളുമായിട്ട് പാരമൗണ്ട് പിക്ചേഴ്സിനോ അതിൻ്റെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിനോ യാതൊരുവിധ ബന്ധവുമില്ല. കാരണം നമുക്ക് യാതൊരു വിധത്തിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾക്കില്ല. എല്ലാം പുള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും എന്നും കൂടെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പുള്ളി ഇനി പുള്ളിയുടെ വേർഷനായിട്ട് ഇനി വരട്ടെ. കാര്യം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വിഷയത്തോടുള്ള എൻ്റെ അവസാനത്തെ റെസ്പോൺസ് തന്നെയാണിത്. കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കൃത്യമായിട്ട് ഉണ്ടായ സംഭവങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിന്റെ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ ഫോണിൽ തന്നെയുണ്ട്. എനിഡേ അത് കാണേണ്ടവർക്ക് കാണാം, അന്വേഷിക്കേണ്ടവർക്ക് അന്വേഷിക്കാം. ഒരു വശം മാത്രം കണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കരുത്, ജഡ്ജ് ചെയ്യരുത്. അത് ഭയങ്കര കഷ്ടമാണ്. കാര്യം ഞാനങ്ങനെ ഒരു വലിയ ഇതൊന്നും ബാധിക്കാത്ത ഭയങ്കര സൂപ്പർ നാച്ചുറൽ ലൈഫ് ജീവിക്കുന്ന ആളെന്നല്ല. തെറ്റായിട്ട് അക്യൂസ് ചെയ്യപ്പെടുമ്പോൾ വിഷമം തോന്നാവുന്ന ഒരു സാധാരണക്കാരനാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുമോ അത് തന്നെ എനിക്ക് തോന്നുന്നുമുണ്ട്. മാത്രമല്ല, എല്ലാം നമ്മൾ പുള്ളിയുടെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് അവസാനം നമ്മൾ വില്ലനായി മാറുക എന്ന് പറയുന്നത് ഇത്തിരി സങ്കടമുള്ള കാര്യമാണ്. പിന്നെന്താണ്, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം ഇത് കണ്ടുകൊണ്ടിരുന്നവർക്ക് താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയിട്ട് പോസ്റ്റും കൂടെ ചെയ്യാം, സോ ദാറ്റ് ഫ്യൂച്ചർ റെഫറൻസസിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ആൾക്കാർക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഇത് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.